വനാന്തരങ്ങളിലെയും അതോടൊപ്പം തന്നെ അതിർത്തി പ്രദേശങ്ങളിലെയും തിരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നു നമുക്കറിയാം. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ഏകദേശം 8 മണിയോട് കൂടിയാണ് ഈ തിരച്ചിൽ ഇവരെ എയർലിഫ്റ്റ് ചെയ്യുക എന്നതാണ് മനസ്സിലാകുന്നത്. അത്തരത്തിൽ തന്നെയാണോ അവിടെ കാര്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്? ഈ കാലാവസ്ഥ അടക്കം അനുകൂലമായി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? അതെ ആതിര, നമ്മളിപ്പോൾ ഈ ഒരു വാർത്താ പ്രഭാതത്തിൽ നിൽക്കുമ്പോഴും മഴ മാറാത്ത ഒരു സാഹചര്യമാണ്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. 8 മണിയോടെയാണ് ഈ ഹെലികോപ്റ്റർ ഇവിടെ എത്തി പറന്നുയരുന്നതെങ്കിൽ കൂടി ഇപ്പോൾ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഈ കാലാവസ്ഥ കൃത്യമാണോ എന്ന് നോക്കാനുള്ളൊരു സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുന്നുണ്ട്. ഈ ആർമി ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും തന്നെ ഇവിടെ എത്തുന്ന ഒരു കാഴ്ച നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാം. അതോടൊപ്പം തന്നെ പ്രധാനമായി ആതിര സൂചിപ്പിച്ചതുപോലെ പ്രത്യേക ആക്ഷൻ പ്ലാൻ ആണ് ഈ സൂചിപ്പാറയിലെ വെള്ളച്ചാട്ടവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി കെ രാജൻ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിപുലമായ ഒരു ചർച്ച, അതായത് മന്ത്രിതല ഉന്നത യോഗം നടത്തിയിരുന്നു. ഈ മനുഷ്യ കേന്ദ്രീകൃതം, അതായത് മനുഷ്യന്മാർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ഈ സൂചിപ്പാറ സൺറൈസ് വാലിയുടെ ഇരുവശങ്ങളിലായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഹെലികോപ്റ്റർ മാർഗം വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ഇതിനുവേണ്ടി ഉപയോഗിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്. അങ്ങനെയാണ് 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, അതായത് ഈ വനപ്രദേശം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ വനവുമായി കൂടുതൽ അറിയാവുന്ന ആളുകൾ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ ടീമിൽ 2 വന ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ളത്. അതുപോലെ 4 SOGമാർ, 6 ആർമി ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഈ ടീമുകളുള്ളത്. അങ്ങനെ 12 പേർ. ഈ 12 ടീമിനെ 2 ടീമുകളായി തരംതിരിച്ചായിരിക്കും ഇവർ തിരച്ചിൽ നടത്തുക. പ്രധാനമായും ഈ ഒരു പ്രദേശത്ത് നിന്ന്, ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ചുള്ള പ്രദേശത്തു നിന്നും മൃതദേഹങ്ങൾ ലഭിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. കാരണം കൂടുതൽ മൃതദേഹങ്ങൾ, 200ഓളം മൃതദേഹങ്ങൾ വന്നടിഞ്ഞത് ചാലിയാറിന്റെ തീരപ്രദേശങ്ങളിലാണ്. ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ് അതിനു കീഴിലും 2 ചെറു വെള്ളച്ചാട്ടങ്ങളുണ്ട്. ആ വെള്ളച്ചാട്ടങ്ങളും കഴിഞ്ഞാണ് ഈ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ പ്രദേശത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സൂചിപ്പാറ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ തിരച്ചിൽ വേണമെന്ന് ഈ നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഇത്തരത്തിൽ മന്ത്രിമാർ ഒരു ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചത്. ആ ആക്ഷൻ പ്ലാനാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം ഈ ചൂരൽമലയിലും മുണ്ടക്കായിലും ഒക്കെ സമാനമായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ കൂടി സൂചിപ്പാറ വെള്ളച്ചാട്ടം കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്ന് മന്ത്രിമാർ പറഞ്ഞു. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ SP അടക്കമുള്ള ആളുകൾ, മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേരും. ഈ തിരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് 2 മന്ത്രിമാർ ഇവിടത്തേക്ക് പോകും. എന്നാൽ മാധ്യമപ്രവർത്തകർക്കും മറ്റ് സന്നദ്ധ സംഘടനാ ആളുകൾക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഈ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ്. കാരണം ചാലിയാറിൽ നിന്ന് വയനാടിലേക്ക് ഈ വനപ്രദേശത്തേക്ക് കടക്കാൻ വേണ്ടി 3 ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം പോയിരുന്നു. എന്നാൽ ഈ ചെറുപ്പക്കാർ വയനാട് സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പരിശീലനം നേടി 2 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ആർമി സൈനികരും അടങ്ങുന്ന 12 പേരാണ് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി എയർലിഫ്റ്റിംഗിലൂടെ സ്പോട്ടിൽ എത്തിച്ചേരുക. സൺറൈസ് വാലിയോട് ചേർന്ന് കിടക്കുന്ന 2 കരകളിലും തെരച്ചിൽ നടത്തും. അവിടെ മൃതശരീരങ്ങൾ കണ്ടെത്തിയാൽ അത് കൊണ്ടുവരാനായി പ്രത്യേക ഹെലികോപ്റ്റർ അടക്കം സജ്ജമാക്കാനുമാണ് തീരുമാനം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനഘ റീജ ഭരതനും സൂര്യ സുജിയും.